പറ്റിക്കല്ലേ? അതായത് റേഷൻ കടയിൽ 12 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരിയല്ലേ ഇവര് മോദിയുടെ ഫോട്ടോ വെച്ചിട്ട് മോദിയുടെ അരി എന്ന് പറഞ്ഞിട്ട് 29 രൂപയ്ക്ക് കൊടുക്കുന്നത്? ഒരു പറ്റിക്കലാണ്. പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ നാടകമാണ്. രാഷ്ട്രീയ നാടകമല്ല എന്നുള്ളത്, നാടകമാണെന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും അറിയാലോ. 12 രൂപയ്ക്ക് കിട്ടിയിരുന്ന അരി നമുക്ക് 29 രൂപയ്ക്ക് കിട്ടുന്നത് എങ്ങനെയാ? നമ്മൾ നന്നാക്കാനാണോ? വോട്ട് കിട്ടാൻ. വോട്ട് കിട്ടാനെന്ന് വെച്ചെങ്കിൽ 12 രൂപയ്ക്ക് കൊടുക്കണ അരി 8 രൂപയ്ക്കോ 5 രൂപയ്ക്കോ കൊടുക്കണം. തീർച്ചയായിട്ടും നാടകമല്ല, രാഷ്ട്രീയ പറ്റിക്കല്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ കൊണ്ടുവന്ന് ഇവിടെ തൃശ്ശൂർ കൊണ്ട് വിൽക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ അരി കിട്ടാത്ത സ്ഥലമാണോ? അരി കൊണ്ടുപോയി 3 മടങ്ങ് വിലയുള്ള ഗ്യാസിലാണ് ഇട്ട് വേവിക്കുന്നത്. പ്രശ്നമില്ല. ഇല്ല. അത് ഞാൻ പറയണത്, ആ ഗ്യാസിന്റെ സബ്സിഡി എവിടേക്ക് പോയി? അത് പിന്നെ പറയാനുള്ള കാര്യമില്ലല്ലോ. നമുക്കിപ്പോൾ ഏത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുന്നൂടെ അത് രാഷ്ട്രീയമാണ്. തൃശ്ശൂർക്കാർ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്? തീർച്ചയായും. അതെ, നാടകമാണ്. തീർച്ചയായും. നിങ്ങൾക്ക് ശരിക്കും വരുമാനം കൂടുന്നുണ്ടോ? ഇല്ല, കുറഞ്ഞു വരാം. ചെലവ് കൂടിക്കൊണ്ടിരിക്കുക, പിന്നെ ഇങ്ങനെ വരുമാനം കൂടിയിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് എന്തിനും മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കുട്ടികളില്ലേ? ഓ, നമുക്ക് ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പ്രയാസത്തിലാണോ? തെക്കാണ് കാര്യങ്ങൾ. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാശല്ല അവരാണ് കൂട്ടുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് 29 രൂപ കൊടുക്കൂ. 20 കൊടുക്കുമോ? എനിക്ക് തോന്നുന്നില്ലേ. എന്തുകൊണ്ടാണ് തോന്നാതെ? പറ്റില്ല. അതായത് ഞാൻ പറയുന്നത് 60 വർഷം കൊണ്ട് കോൺഗ്രസ് ഇന്ത്യയെ നശിപ്പിച്ചു, സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി എന്ന് പറയുമ്പോൾ 8 വർഷമോ 9 വർഷം കൊണ്ട് ഇവർ ജനങ്ങളെ കുത്തുവാളടിപ്പിച്ചു. സത്യമാണ്, അതിനെ നിഷേധിക്കുന്നില്ല. നിങ്ങളുടെ ആ ചോദ്യത്തിനെ നിഷേധിക്കുന്നില്ല, സത്യമാണ്. എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനജീവിതം ദുസ്സഹമായില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഗ്യാസിന് വില കൂടി, അരിക്ക് വില കൂടി, സാധനങ്ങൾക്ക് വില കൂടി. ജനങ്ങളെ പറ്റിക്കുന്നതിൻ്റെ നമ്പർ 1 ആണ് BJP. എല്ലാം ശരിയാക്കാം, ബാങ്ക് സീറോ ആക്കാം, ബാലൻസ് അക്കൗണ്ട് ചേർത്തിട്ട് സബ്സിഡി വരുന്നു. എന്നിട്ട് ഗ്യാസിൻ്റെ സബ്സിഡി ആർക്കെങ്കിലും വരണ്ട? 29 രൂപയ്ക്ക് കൊടുക്കുന്ന അരി 12 രൂപയ്ക്ക് റേഷൻ കടയിൽ കൊടുത്തിരുന്ന അരിയാ. അതറിയില്ലേ? ജനങ്ങളെ പറ്റിക്കുന്നതിൻ്റെ നമ്പർ 1 ആണ് BJP. എല്ലാം ശരിയാക്കാം, ബാങ്ക് സീറോ ആക്കാം, ബാലൻസ് അക്കൗണ്ട് ചേർത്തിട്ട് സബ്സിഡി വരുന്നു. എന്നിട്ട് ഗ്യാസിൻ്റെ സബ്സിഡി ആർക്കെങ്കിലും വരണ്ട? 450 രൂപ ഉണ്ടായിരുന്നു 10 കൊല്ലം കൊണ്ട് 1050 രൂപയ്ക്കില്ലേ? 1 ലിറ്റർ പെട്രോളിന് 56 രൂപ ഉണ്ടായിരുന്നു 107 രൂപയ്ക്കില്ലേ? ഇതിൻ്റെ ഭാഗമായിട്ട് വില വർധനവ് ആരാണ് ഉണ്ടാക്കിയത്? കേന്ദ്രം ഭരിക്കുന്ന ഈ ഗവൺമെൻറ് നാടിനും, അതായത് വിദേശ കുത്തകൾക്ക് തീരെഴുതി കൊടുക്കണം ഇന്ത്യനെ. ഇത്തരമൊരു ഭരണം തുടർന്ന് വരണോ എന്ന് ഇവിടെ ആത്മാർത്ഥയുള്ള ദേശസ്നേഹികൾ പരിശോധിക്കേണ്ടതാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കോ? സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് മാത്രമല്ല, 3ാം സ്ഥാനത്തുണ്ടാവുക. ജയിക്കാനായിട്ട് 6 കൊല്ലം രാജ്യസഭാ മെമ്പറായിട്ട് തൃശ്ശൂരിന് വേണ്ടി എന്താ ചെയ്തത്? അങ്ങനെ പറയണേ 3ാം സ്ഥാനത്ത്? 3ാം സ്ഥാനം 4ാമത് ആളില്ലാത്ത കാരണമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ 3ാം സ്ഥാനമായിട്ട് ആളെ കാണാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ 6 കൊല്ലം ഇവിടെ രാജ്യസഭ MP ആയിരുന്നിട്ട് തൃശ്ശൂർ പട്ടണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താ? തൃശ്ശൂർ അങ്ങനെ എടുക്കുന്നു പറഞ്ഞാൽ എന്താ? ഒരുപാട് ആളുകൾക്ക് ഇവിടെ വിഷുക്കണി കൊടുത്തു, ഒരുപാട് ആളുകൾക്ക് പല സംഭവങ്ങളും ചെയ്തു കൊടുത്തു. വിഷുക്കണി കൊടുക്കുന്നതാണോ ഒരു രാജ്യത്തിൻ്റെ നേട്ടം? സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ എന്തിലിടപെട്ടു? ഈ മോട്ടോർ വാഹന മേഖല ആകെ തകർന്നു. കോർപ്പറേറ്റ് മുതലാളിമാർക്ക് പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മോട്ടോർ വാഹന മേഖല തകർത്തത്. ഇപ്പോൾ ലൈസൻസ് ഇൻ്റർനാഷണൽ നിലവാരത്തിൽ ലൈസൻസ് കൊടുക്കുന്ന പറയുന്നത് കേരളത്തിൽ ഏകദേശം ഒരു 10 ലക്ഷത്തോളം ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അവരൊക്കെ അടച്ചു പൂട്ടി പോകേണ്ടി വരില്ലേ? ഈ അദാനിമാരത്തെ ആൾക്കാർക്ക് 50,000 രൂപ കൊടുത്ത് ലൈസൻസ് എടുക്കേണ്ട സ്ഥിതിയിലേക്കല്ല വരുന്നത്. അതായത് വിദേശ നിലവാരത്തിലുള്ള ലൈസൻസ് കൊടുക്കുമ്പോൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലൈസൻസ് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ 29 രൂപ അരി കൊടുത്ത് ജനങ്ങളെ മൂഞ്ചിക്കാനാണോ പരിപാടി? പറ്റിക്കല്ലേ? അതായത് റേഷൻ കടയിൽ 12 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരിയല്ലേ ഇവര് മോദിയുടെ ഫോട്ടോ വെച്ചിട്ട് മോദിയുടെ അരി എന്ന് പറഞ്ഞിട്ട് 29 രൂപയ്ക്ക് കൊടുക്കുന്നത്? ഒരു പറ്റിക്കലാണ്. പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ നാടകമാണ്. രാഷ്ട്രീയ നാടകമല്ല എന്നുള്ളത്, നാടകമാണെന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും അറിയാലോ. 12 രൂപയ്ക്ക് കിട്ടിയിരുന്ന അരി നമുക്ക് 29 രൂപയ്ക്ക് കിട്ടുന്നത് എങ്ങനെയാ? നമ്മൾ നന്നാക്കാനാണോ? വോട്ട് കിട്ടാൻ. വോട്ട് കിട്ടാനെന്ന് വെച്ചെങ്കിൽ 12 രൂപയ്ക്ക് കൊടുക്കണ അരി 8 രൂപയ്ക്കോ 5 രൂപയ്ക്കോ കൊടുക്കണം. ഇത് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുക. ഇത് മോഡിയുടെ അരിയാന്ന് പറഞ്ഞ് പറ്റിക്കുക. അതല്ല ഈ 10 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ട് ചേർന്നു. ഇപ്പം എന്താ സ്ഥിതി? നമ്മുടെ പൈസ ബാങ്കിലുണ്ടെച്ച് അങ്ങോട്ട് പലിശ കൊടുക്കണം. മറ്റേത് നമുക്ക് പലിശ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതാ അല്ലേ? എല്ലാം മൂഞ്ചി. ഗ്യാസിന് 450 രൂപ ഉണ്ടായിരുന്നു 1050 രൂപയ്ക്ക്. ഒരു കേരളത്തിൽ ഒരു വീട്ടിൽ ഒരു 2 വീലറോ ഗ്യാസോ ഉപയോഗിക്കാത്തൊരു വീടുണ്ടാ? അവരുടെ ഈ 10 കൊല്ലത്തെ വരുമാനത്തിൽ നിന്ന് എത്ര ശതമാനം അവർക്ക് ഈ കിട്ടുന്ന കാശ് കൊണ്ട് പോകും? വെറും ഒരു 2 വീലറും ഒരു ഗ്യാസ് ഉപയോഗിക്കാത്തൊരു വീടുണ്ട്. അത് വെറും പറ്റിക്കൽ മാത്രം.
അതായത് തൊഴിലാളികളെയും ഇടത്തരക്കാരെയും പറ്റിക്കുന്ന ഒരു ഭരണം കേന്ദ്രത്തിൽ സ്വാതന്ത്ര്യം എന്തൊക്കെയാണ് ശേഷം ഇന്നേവരെ ഉണ്ടായിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മുഴുവനും വിറ്റ് കാശാക്കുക, അതൊക്കെ ഇവരിങ്ങനെ ദൂർത്തടിക്കുക. രാജ്യത്ത് പ്രധാനമന്ത്രി ഇന്നേ വരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ? ആകാശത്ത് പറന്നുകൊണ്ട് നടക്കുക, അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരുടെ കാശ? ഈ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ. വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ടത് തന്നെയാണ്. പിടിച്ചു നിർത്തുന്ന കേന്ദ്ര സർക്കാരിന് നമ്മൾ നമ്മുടെ കേരളത്തോട് കാണിക്കുന്ന അവഗണന കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഈ വിലക്കയറ്റത്തിനെ ബാധിക്കുന്നത് തന്നെയാണ്. 29 രൂപയുടെ അരി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഗ്യാസ് 3 മടങ്ങിനാണ് ഗ്യാസ് വാങ്ങുന്നത്. രാഷ്ട്രീയ നാടകമാണോ എന്ന് എൻ്റെ ചോദ്യം. രാഷ്ട്രീയ നാടകമല്ല, മോദിയുടെ നാടകം. മോദിയുടെ നാടകമാണ്. നാടകം വേറെ, മോദിയുടെ നാടകം വേറെ. ജനങ്ങളെ പറ്റിക്കുന്ന നാടകമാണത്. ജനങ്ങളെ പറ്റിക്കുന്ന നാടകം. തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കച്ചവടക്കാരൻ പറഞ്ഞില്ലേ, ഏത് എടുത്താൽ പൊങ്ങില്ല. അത് ഞാനാണ് കൊണ്ടുവന്നത്. അവനെടുത്താൽ പൊന്തില്ല, ഞാനാ കൊണ്ടുവന്നത്. റൗണ്ട് എടുക്കാമെന്ന് പറഞ്ഞേ. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പൊന്തില്ല. തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞാൽ അത്രയും കനമുള്ള ആൾക്കാരാ. കനമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അവൻ്റെ ശരീരത്തിന് പറ്റണ വെയിറ്റ് അല്ല തൃശ്ശൂർക്കാർക്ക്. കൊല്ലത്ത് പോയിട്ട് വേണമെങ്കിൽ എടുക്കാം അവിടുത്തെ കുഴി ആനകളെ. ഇവിടെ വലിയ ആനകളാ. രാഷ്ട്രീയ നാടകമാണോ ശരിക്കും 29 രൂപയുടെ അരി? അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ കൊണ്ടുവന്ന് ഇവിടെ തൃശ്ശൂർ കൊണ്ട് വിൽക്കേണ്ട കാര്യം എന്താണ്? എന്താ ഇവിടെ അരി കിട്ടാത്ത സ്ഥലമാണോ? ഈ തൃശ്ശൂർ അരി കിട്ടാത്ത സ്ഥലമാണോ? ഈ പച്ചരി 29 രൂപയ്ക്ക് കോമൺ സെൻസ് ഉള്ള ആൾക്കാർ വേണ്ടില്ല. സംഖ്യകളായിട്ടുള്ള BJP-കാർ വരി നിന്ന് മേടിക്കുന്നുണ്ട്. ഞാൻ ധാരാളം കാണുന്നുണ്ടാ. അരി കൊണ്ടുപോയി 3 മടങ്ങ് വിലയുള്ള ഗ്യാസിലാണ് ഇട്ട് വേവിക്കുന്നത്. പ്രശ്നമില്ല. ഇല്ല. അത് ഞാൻ പറയണത് ആ ഗ്യാസിന്റെ സബ്സിഡി എവിടേക്ക് പോയി? ഗ്യാസിന്റെ സബ്സിഡി ഒക്കെ മൂഞ്ചി അത് ഇവിടുത്തെ ജനങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഭംഗിയായിട്ട് അറിയാം. തൃശ്ശൂർക്ക് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ 3-ാം സ്ഥാനത്തൊന്നും ജയിക്കാള്. 3-ാം സ്ഥാനം പറയുന്നത് അയാളൊന്നും ഇവിടെ തൃശ്ശൂർക്കാർ ഗവനിക്കുന്നില്ലേ? സിനിമ കാണണ്ടായിരിക്കും അയാളുടെ സിനിമ കണ്ടാവും. തൃശ്ശൂർക്കാരൻ നമുക്ക് അത്യാവശ്യം ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാരാ. നാടകം വേവില്ല ഇവിടെ. ആ അരിയും വേവില്ല, നാടകം വേവില്ല ഇവിടെ. ഉറപ്പ്. പിന്നെന്താ 100%. 29 രൂപയ്ക്ക് അരി മാത്രം മതിയോ? ഗ്യാസ് 3 മടങ്ങാണ് വില അല്ലേ? 29 രൂപയുടെ അരി മാത്രം കൊടുത്താൽ മതിയോ എന്ന് എൻ്റെ ചോദ്യം. ഗ്യാസ് കൂടി വേണം. ഗ്യാസ് എത്ര രൂപയ്ക്ക് വേണം? പണ്ടത്തെ വില മതി. കൂട്ടിയ കാശ് കുറച്ച് തന്നാൽ മതി. എത്ര കൂട്ടിയിട്ടുണ്ട് ശരിക്കും? 400-ഓളം വ്യത്യാസം വന്നില്ലേ? 2014 അടുത്തേക്കുള്ള ഒരു 400 രൂപ നമുക്ക് കുഴപ്പമില്ല. അത് ശരിക്കും ഞാൻ ചോദിക്കുന്നത് 1000 രൂപ മേടിക്കുന്നില്ലേ? 900 എത്രയാണ് മേടിക്കുന്നത് ഇപ്പോൾ? ഒരു 600 റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ട് നമുക്ക്. എന്തുകൊണ്ടാണ് അത് കുറയ്ക്കാത്തത്? വരുമാനം കൂടുന്നില്ല, വരുമാനം കുറയല്ലേ. വരുമാനം കൂടുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എവിടെ? അവർക്കല്ലേ? ആർക്ക്? ഗവൺമെന്റ് ജോലിക്കാർക്ക്. അല്ല, ഞാൻ വരുമാനം കൂടുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ശരിക്കും വരുമാനം കൂടുന്നുണ്ടോ? ഇല്ല, കുറഞ്ഞു വരാം. ചെലവ് കൂടിക്കൊണ്ടിരിക്കുക, പിന്നെ ഇങ്ങനെ വരുമാനം കൂടിയിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഇതിന് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കുട്ടികളില്ലേ? നമുക്ക് ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പ്രയാസത്തിലാണോ? ചെക്കാണ് കാര്യങ്ങൾ. 29 രൂപ അരി മാത്രം കൊടുത്താൽ മതിയോ ബാക്കിയുള്ള സംഭവം? അപ്പോൾ ശരിക്കും 29 രൂപ അരി ഇവിടെ കൊടുക്കുന്ന നാടകമാണോ ശരിക്കും? അവർക്ക് വോട്ട് മാത്രമല്ലേ വേണ്ടു, അതിന് വേണ്ടിയിട്ടുള്ള കണക്കൂട്ടില്ലല്ലോ. എങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാശല്ലേ അവർ കണക്കൂട്ടണം? ഈ ഇലക്ഷൻ കഴിഞ്ഞ് 29 രൂപ കൊടുക്കൂ. 29 രൂപ കൊടുക്കോ? എനിക്ക് തോന്നുന്നില്ലേ. എന്തുകൊണ്ടാണ് തോന്നാതെ? പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റില്ല? അപ്പൊ രാഷ്ട്രീയ നാടകമാണോ ശരിക്കും? ആയിരിക്കാം. ആണോ? അല്ല, പറഞ്ഞിട്ട് പുലിവാല് വേണ്ട. ആയിരിക്കാം. എന്ത് പുലിവാലാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു പുലിവാലും വരത്തില്ല. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയിലില്ലാത്ത ആള്. പക്ഷേ വില കൊടുക്കണം ജനങ്ങൾക്ക് ജീവിക്കാൻ അല്ലേ? അതെ. രാഷ്ട്രീയ ബാധയില്ലാത്ത ആൾക്കാർക്ക് ജനങ്ങൾക്ക് നന്നാവാവുന്ന കണ്ടീഷനിൽ മുന്നോട്ട് പോകാൻ പറ്റണ ഏറ്റവും നല്ലത്. അതിപ്പോൾ നമ്മൾ ഇന്ന ആളെ നോക്കിയിട്ടല്ല, ഒരു ആൾക്കാരെ നോക്കി, വ്യക്തികളെ നോക്കിയിട്ട് ഒട്ടിയ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ സീനാവും. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് നടക്കണത്. ഒരുപാട് പേര് കഷ്ടത്തിലൂടെ പോണേ. പണിയെടുത്തിട്ട് കിട്ടണ മുഴുവൻ ഗവൺമെന്റിലേക്ക് അടക്കലും കാര്യങ്ങളും തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മളതിലിപ്പോൾ എന്ത് ചെയ്താലും ഇപ്പോൾ ഒരു ഫുഡ് മേടിച്ചിട്ട് പോണേ, അതിന് തന്നെ ടാക്സ് പോകണമെന്ന് നോക്കിയാൽ എന്താ കാര്യമില്ല. എന്ത് ഗതികേടാണ് ശരി? ഗതികേട്ടിന് ഒരുപാട് ഭയങ്കര ഗതികേടുള്ള പോണ കാര്യങ്ങൾ. 29 രൂപ അരി കിട്ടുന്നുണ്ട്. ആ അരി കിട്ടിയിട്ട് 3 മടങ്ങ് വിലയുള്ള ഗ്യാസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരേപോലെ കൊടുക്കേണ്ടതല്ലേ ശരിക്കും? 29 രൂപ അരിക്ക് മാത്രം 29 രൂപ ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അരിക്ക് 29 ആയിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോൾ കഴിക്കാൻ പറ്റുന്ന അരിയോ അല്ല പച്ചരി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ, നമുക്കറിയില്ല.
ആ 29 അരി നമുക്കറിയില്ല, പച്ചരി എന്ന് പറയണത്. അപ്പോൾ അരി കിട്ടിയിട്ട് നമുക്ക് ഗ്യാസിന് 1000 രൂപ ആക്കിയിട്ട് 29 അരി കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഗ്യാസിന് എത്ര 400 എത്ര കൂടെ 2014 397 രൂപ ഉള്ളത് ഇന്ന് 910 ആയി. 1180 ആയിരുന്നു. അപ്പം അതിനെ പറഞ്ഞത് അത് വില കയറ്റം പോകുമ്പോൾ എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അത്ര ഈ 29 രൂപയുടെ അരി കൊടുക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി കൊടുക്കുന്നതാണോ? അത് പിന്നെ പറയാനുള്ള കാര്യമില്ലല്ലോ. നമുക്കിപ്പോൾ ഏത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെന്ന് ഇവിടെ അത് രാഷ്ട്രീയമാണ്. തൃശ്ശൂർക്കാർ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്? തീർച്ചയായും അതെ, നാടകമാണ്. തീർച്ചയായും. താങ്കളുടെ ജീവിതത്തിൽ ശരിക്കും ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുന്നതാണ്, 29 രൂപയുടെ അരിക്ക് മാത്രം വില കുറച്ചാൽ മതിയോ? ഇല്ലില്ല, അതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും വില കുറയ്ക്കണം. 29 രൂപയുടെ അരി വേവിക്കാൻ വേണ്ടി 3 മടങ്ങുള്ള ഗ്യാസ് ചിലവാക്കണോ? വേണ്ട വേണ്ട, ചിലവാക്കണ്ടേ? ഇപ്പോൾ ചിലവാക്കണം. ഗ്യാസിന് വില കൂടുതൽ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ? തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടാവുന്നത്? നമുക്ക് അതിനുള്ള വരുമാനം ഇല്ല, അതാണ് കേസ്. നമ്മൾ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് ഈ 2014 മുതൽ ഈ ഒരു സമയം വരുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നുണ്ടോ? ജീവിക്കാൻ കഴിയാത്ത മനുഷ്യൻ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടോ? ചില വിഷയങ്ങൾ ഉണ്ട്, ചില വിഷയങ്ങളുണ്ട്. അത് മുൻപ് നല്ല സ്മൂത്തായി ജീവിച്ചുകൊണ്ടിരുന്നോ നമ്മൾ? ഉണ്ട്. ഇപ്പോൾ കുറച്ച് മോശമാണോ ജീവിതം? എന്താണ്, എല്ലാ മേഖലയും മോശം തന്നെയാണ്. നമുക്ക് സാധാരണക്കാർക്കല്ല, എല്ലാവർക്കും ബിസിനസ്സും കാര്യങ്ങളും എല്ലാതും നമുക്ക് മോശം തന്നെയാണ്. വിലക്കയറ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? സർക്കാരിനോട് എന്താ പറയുള്ളത്? വിലക്കയറ്റം കുറക്കണം എന്ന് പറയാൻ പറ്റും? കുറയ്ക്കണം, വിലക്കയറ്റം കുറയ്ക്കണം. എന്തിനാണ് കുറയ്ക്കണമെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? വേണം, ജീവിക്കണം. ഗ്യാസിന് 900 ചില്ലാൻ രൂപയാണ് വില. ഇപ്പോൾ 3 മടങ്ങ് വിലയാണ്. അതിന് വില കുറയ്ക്കണ്ടേ? വില കുറയ്ക്കണം. എല്ലാവരും കുറയ്ക്കേണ്ടതാണ്. എല്ലതും എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാ. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാ. ഇങ്ങനെ പോയാൽ ശരിയാവോ? ഇൻഡാക്സും കൂടുതൽ, എല്ലതും കൂടുതലാ. ഇങ്ങനെ പോയാൽ ശരിയാവോ? വാട്ടർ ചാർജ് കൂടുതൽ. ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ശരിയാവില്ലാണ് പറയാനുള്ളത് വിലക്കയറ്റത്തെ കുറിച്ച്? വില കുറയ്ക്കണം, അല്ലെങ്കിൽ വില കുറയ്ക്കണം. 29 രൂപ അരി ഉണ്ടായാൽ മാത്രം ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. എന്താണ് പറയാനുള്ളത്? അപ്പോൾ 29 രൂപ അരി ഇലക്ഷൻ ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രം കൊടുത്ത് ജനങ്ങളെ കണ്ണിപ്പൊടിയിട്ട് വോട്ട് വാങ്ങാനുള്ള ഐഡിയ ആണോ? അത് ഐഡിയാണ്, ആ ഐഡിയാണ് അത് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ജീവിക്കാൻ പറ്റേ. മറ്റുള്ള പലചരക്ക് സാധനങ്ങൾക്ക് ഭയങ്കര വിലയില്ലേ, അപ്പോൾ ഇത് കുറച്ചുകൊണ്ട് വരണ്ട. അപ്പോൾ 29 രൂപ അരി ശരിക്കും രാഷ്ട്രീയ പറ്റിക്കലാണോ? പറ്റിക്കലാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. തൃശ്ശൂർക്കാരനാണോ നിങ്ങൾ? അതെ, തൃശ്ശൂർക്കാരനാണ്. നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? തൃശ്ശൂർക്കാരെ പറ്റിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് കിട്ടുമ്പോൾ 29 രൂപയ്ക്ക് അത് മേടിച്ചിരിക്കും. എന്താ കാരണത്തിനെങ്കിൽ നമുക്ക് കുറച്ച് ലാഭമുണ്ടല്ലേ അതിൽ, നമ്മളെ കുറേ പറ്റിച്ചതല്ലേ. ആ നിലയ്ക്ക് 29 രൂപയ്ക്ക് നമ്മൾ ഈ 10 കിലോ മേടിക്കും. അപ്പോൾ അവരെ കുറച്ച് പറ്റിച്ചു ചെയ്യാം. അത്ര തന്നെയുള്ളൂ. അത്ര തന്നെ. അങ്ങനെ മനസ്സിലായില്ല. അങ്ങനെ നമ്മളെ കുറേ പറ്റിച്ചാണല്ലോ. ആ നിലയ്ക്ക് നമുക്ക് അത് മേടിച്ച് ഒരു ചെറിയ നിലയ്ക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. ചെറിയ നിലയ്ക്കൊന്ന് സോൾവ് ആയി വെക്കാം. അത്ര തന്നെ. രാഷ്ട്രീയ നാടകമാണ്. അതെ, വില എല്ലാതും കൂടി നിൽക്കണം അല്ലേ, എല്ലാം കൂടി നിൽക്കണം വില. അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടം കുറവാണ്, വില കൂടുതലാണ് എല്ലാത്തിനും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അരിക്ക് 29 രൂപ മാത്രം കുറച്ചാൽ മതിയോ? ബാക്കി എല്ലാത്തിനും വില കുറക്കണ്ടേ? വില കുറയ്ക്കണം, എല്ലാത്തിനും വില കുറയ്ക്കണം. അരി ഇപ്പോൾ കൊടുക്കണമെങ്കിൽ അതൊരു രാഷ്ട്രീയവും ആണോ? അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ നാടകമാണോ? രാഷ്ട്രീയ നാടകം അറിയില്ല, രാഷ്ട്രീയവും. രാഷ്ട്രീയം കളിക്കുമ്പോൾ നാടകം കളിക്കാന്നില്ലല്ലേ? അതെനിക്കറിയില്ല, നാടകം കളിക്കണോ രാഷ്ട്രീയം കളിക്കണോ എന്നറിയില്ല. ഞാൻ ചോദിക്കുന്നത്, 29 രൂപയ്ക്ക് തൃശ്ശൂർ അരി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ നിൽക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നാണ് ഭാരത് അരി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരിക്കും രാഷ്ട്രീയമാണോ? അത് രാഷ്ട്രീയവും. നിങ്ങൾക്ക് എന്താ തോന്നുന്നു? രാഷ്ട്രീയമായി തോന്നുന്നു? രാഷ്ട്രീയമായിട്ട് തോന്നണം. തൃശ്ശൂർക്കാരനാണ് നിങ്ങളല്ലേ? ആ, അതിൽ വീഴുമോ നിങ്ങൾ? അങ്ങനെ വിടാൻ പറ്റുമോ? നമ്മൾ സ്വന്തം ഇഷ്ടത്തിനല്ലേ വോട്ട് ചെയ്യുക, നമ്മുടെ സ്വന്തം ഇഷ്ടമല്ലേ വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പറ്റിക്കില്ലല്ലേ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ 45 രൂപയായി, 60 രൂപയായി, 70 രൂപയായി, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇലക്ഷനിൽ വോട്ട് കിട്ടുന്നവരെ പിടിച്ചു നിർത്തലാണോ ശരിക്കും ആൾക്കാരെ? തന്നെയാണ് അത്ര ആവശ്യമുള്ളവർക്ക്. ഇത് കഴിഞ്ഞവരാരും കാണും. തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്ക് ശരിക്കും ഇതൊരു രാഷ്ട്രീയ നാടകമായി തോന്നുന്നു. തീർച്ചയായിട്ടും നാടകമല്ല, രാഷ്ട്രീയ പറ്റിക്കല്. അരിക്ക് 29 രൂപ, ഭാരത് അരി എന്ന് പറയുന്ന അരിക്ക്. ഗ്യാസിന് വില കൂടുതലാണ്. അതുപോലെ തന്നെ ഭരണത്തിൽ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങൾക്കും ഉള്ള വില കൂടുതൽ. ഗ്യാസ് മാത്രമല്ല, അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ എല്ലാം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നിങ്ങളുടെ അഭിപ്രായത്തിലും എന്താ? എൻ്റെ അഭിപ്രായത്തിലും ഞാനും നിങ്ങളൊക്കെ കേരളീയനും മനുഷ്യരൊക്കെ തന്നെയല്ലേ. ഈ ഓട്ടോ എന്ന് പറയുന്ന സംഭവത്തിന് തന്നെ ഇവിടെ ഓടാനുള്ള ഒരു സംഭവം ഇല്ല ഇപ്പോൾ. അതേപോലെ തന്നെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. വില കുറയ്ക്കണം, വില കുറയ്ക്കാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ അരിക്ക് മാത്രം വില കുറച്ചൊരു കാര്യമുണ്ടോ? അരിക്ക് മാത്രം വില കുറച്ച് അരി മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയല്ലേ ഇപ്പോൾ ഈ സാധനങ്ങൾ, ഈ അരി കൊണ്ടുവരുന്ന വണ്ടി അടക്കമുള്ള വാഹനങ്ങൾ ഓടുന്നത് ഡീസലിലും പെട്രോളിലും. അതിനും കൊള്ളയടിക്കുകയല്ലേ? എല്ലാം കൊള്ള തന്നെയാണ്. ഡീസൽ കൊള്ളനെ കുറിച്ച് എന്താ പറയുക? ഡീസൽ കൊള്ളനെ കുറിച്ച് എന്ത് പറയാനാ? കേന്ദ്രം ഒരു പ്രാവശ്യം ഡീസൽ വില കുറച്ചിട്ട് പറഞ്ഞു, സർക്കാരിൻ്റെ അടുത്ത് നിങ്ങളുടെ നികുതി എടുത്തോളം ഞങ്ങൾ പറഞ്ഞു. എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയി, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളിപ്പോൾ സാധാരണ കൂടുന്നത് 10 രൂപ കൂട്ടി പ്രതിഷേധം ഉണ്ടാക്കി 5 രൂപ കുറയ്ക്കുക. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 രൂപ കൂടുന്നു,
5 രൂപ കുറയ്ക്കുന്നു. പ്രതിഷേധം വരുമ്പോൾ 5 രൂപ. ആളുകളെ വിഡ്ഢികളാക്കുന്നുണ്ടോ? ആളുകളെ ആടിനെ പട്ടിയാക്കുന്നുണ്ട്. അതന്നെയല്ലേ ഈ ആളുകളെ വിഡ്ഢിയാക്കാന്ന് പറയുന്നത്. ആടിനെ പട്ടിയാക്കുന്നുണ്ട് ഇവർ, എല്ലാ രാഷ്ട്രീയക്കാരും. ഇതിൽ ആരും ഒന്നും പറയില്ല. ഒരാൾ നല്ലതാണെന്ന് പറയാൻ എൻ്റെ അഭിപ്രായത്തിലില്ല, ഒറ്റ ആളുമില്ല. എല്ലാവരും ഒപ്പത്തിനൊപ്പം കക്കുന്നതിൽ ആരാണ് മികച്ചത് എന്ന് നോക്കിയിട്ട് ഉള്ള ഭരണമാണ് നടക്കുന്നത്. ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. 29 രൂപയ്ക്ക് അരി ഇവിടെ മാത്രമാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? എനിക്ക് കിട്ടിയിട്ടില്ല, സത്യം പറയാലോ. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ രാഷ്ട്രീയ അജണ്ടയൊക്കെ തന്നെയായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ആയിരിക്കും മാത്രം 29. ആ അരിന് സപ്ലൈകോയിൽ കൊടുക്കില്ല എന്നും നേരിട്ടാണ് അവർ കൊടുക്കണമെന്നും കൂടി പറഞ്ഞു കേട്ടു. ഇതിന് നേരിട്ട് കൊടുക്കുന്നത് സപ്ലൈകോ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ റേഷൻ കടയിൽ കൊടുക്കണ്ടേ? സപ്ലൈകോയുടെ അവസ്ഥ പറഞ്ഞാൽ സപ്ലൈകോയിൽ ഇപ്പോൾ ഈ അരി കൊടുന്നു വെച്ചാൽ അരി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആവശ്യ സാധനങ്ങളൊന്നുമില്ല. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നോക്കി നോക്കിയാൽ സപ്ലൈകോയിൽ വലുതുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ സപ്ലൈകോക്ക് കട. എല്ലാ രാഷ്ട്രീയവും നമ്മൾ നോക്കാറുണ്ട്, എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട് അതിൻ്റെ അപാകതകളൊക്കെ. നമുക്ക് ഒരു രാഷ്ട്രീയത്തിന് എടുത്തു പറയാനില്ല.